പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ രോഗികളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ശേഖരിക്കുന്നുണ്ട്. മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണം. പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പാലക്കാടും മലപ്പുറത്തും നിപ സ്ഥിരീകരിച്ചത്. പാലക്കാട് സ്വദേശിനി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ നില ഗുരുതരമാണ്. ഇവരുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. പാലക്കാട്ടെ നിപ രോഗിക്ക് പനി ആരംഭിച്ച ജൂൺ 25 മുതൽ ജൂലൈ 1 പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വരെയുള്ള റൂട്ട് മാപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ഇന്നലെ നിപ സ്ഥിരീകരിച്ച 18-കാരിയായ മങ്കട സ്വദേശി ഇക്കഴിഞ്ഞ 1-ാം തീയതി മരിച്ചിരുന്നു. നിപ രോഗലക്ഷണങ്ങളോടെ കഴിഞ്ഞ മാസം 28-നാണ് പെൺകുട്ടി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയത്. പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെയായിരുന്നു മരണം. 18-കാരിക്ക് പനി ആരംഭിച്ച ജൂൺ 23 മുതൽ ജൂലൈ 2 സംസ്കാര ചടങ്ങുകൾ നടന്ന ദിവസം വരെയുള്ള റൂട്ട് മാപ്പാണ് പുറത്തിറക്കിയത്. പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറും 2 ജീവനക്കാരും ഹോം ക്വാറന്റൈനിലാണ്. ആകെ 345 പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 211, പാലക്കാട് 91, കോഴിക്കോട് 43 എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട് കരിമ്പുഴയിലും തച്ചനാട്ടുകരയിലും കണ്ടെയ്ൻമെന്റ് സോണുകളുണ്ട്. ഇവിടങ്ങളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പൊതുജനങ്ങൾ കൂട്ടം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ, മദ്രസകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല. പുറമേ നിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കും. N95 മാസ്ക് ഉപയോഗിക്കണമെന്നതടക്കം ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗവ്യാപനം തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനുമുള്ള പാലക്കാട് മെഡിക്കൽ കോളേജിലെ 6, 8 നിലകൾ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിട്ടുണ്ട്. മലയാളം പൾസ്.